ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കേരളീയർക്കും ഓണാശംസകൾ നേരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റാണ്, ഒരു സ്പെഷ്യൽ സ്വീറ്റാണ്. ഈ ഒരു സ്വീറ്റിൻ്റെ പേര് കോക്സ് സിസ്റ്റേഴ്സ് എന്നാണ്. ഇതൊരു സൗത്ത് ആഫ്രിക്കൻ സ്വീറ്റ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നമ്മുടെ നാട്ടിലെ നെയ്വട, പാൽ കേക്ക്, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഈ ഒരു സ്വീറ്റിന്. ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ റെസിപ്പിയൊക്കെ. പിന്നെ ഇത് കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു സ്വീറ്റ് കൂടിയാണ്. നല്ല ഭംഗിയാണ് കാണാൻ, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്നൊരു സ്വീറ്റ് കൂടിയാണ്. ഇതിന് പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും പാക മധുരമൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ സ്വീറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കുമ്പം ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് എടുത്തിട്ടുള്ളൂ, മധുരം അധികം വേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് 1.5 കപ്പ് എടുത്തിട്ടുള്ളത്. ഈ 1.5 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 250 ml കപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് 2 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് ഇഞ്ചി ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കുക. അതുപോലെ കറാമ്പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയാണ് നമ്മൾ തിളപ്പിച്ചെടുക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പം ഇഞ്ചിയും കറുവാമ്പട്ടയും ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കാറില്ല. പക്ഷേ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പാട കെട്ടിയ പോലെയൊക്കെ തോന്നും, അതൊന്നും കുഴപ്പമില്ല. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്, ഷുഗർ സിറപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ടുണ്ട്. 8 മിനിറ്റ് മതി, അതിൽ കൂടുതലാവണ്ട. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ആ ഒരു ഇഞ്ചിയുടെയും കറുവാമ്പട്ടയുടെയും ഫ്ലേവറൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക കുറച്ച് നേരം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിൽ നമുക്ക് അതിലെ ഇഞ്ചിയും കറുവാമ്പട്ടയും എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ അരിപ്പയിലൂടെ അരിച്ചെടുത്താലും മതി. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പയിലൂടെ അരിച്ചെടുക്കുക കേട്ടോ. ഇപ്പോഴും ചൂടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. അത് നിർബന്ധമാണ്, തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിൽ വയ്ക്കുക, താഴെ വെച്ചാൽ മതി. അപ്പോൾ സിറപ്പ് തണുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് ഞാൻ മെഷർ ചെയ്തിട്ടുള്ളത് മൈദപ്പൊടി. അതുപോലെ തന്നെ 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ആണ് വേണ്ടത്. പിന്നെ പഞ്ചസാര ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഫ്രീസറിൽ നിന്ന് കുറച്ച് നേരം പുറത്ത് വയ്ക്കണം, ഒന്ന് സോഫ്റ്റ് ആവണം. പിന്നെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാൽ മൊത്തത്തിൽ വേണ്ട, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വലിയൊരു ബൗൾ എടുക്കുക. അതിന് മുകളിൽ ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിതുപോലെ പൊടികളൊന്നും അരിപ്പയിലൂടെ അരിക്കാതെ നേരിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ മാവ് നമ്മൾ കുഴച്ചെടുക്കുമ്പം ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൈദപ്പൊടി നന്നായിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിപ്പയിലൂടെ അരിച്ചെടുത്ത ശേഷം ഈ പൊടികളെല്ലാം കൂടി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും വേണം. എന്നാലേ എല്ലായിടത്തും ഒരേപോലെ കോൺഫ്ലോറും ബേക്കിംഗ് പൗഡറൊക്കെ എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടേ ബാക്കിയുള്ള ചേരുവകളും ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ബട്ടർ ചേർത്തിട്ട് ഇത് നമ്മൾ പുട്ടുപൊടിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് ഈ പൊടിയിൽ ഇത് തിരുമ്മി എടുക്കണം. എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടുള്ളൂ. ഇത് നിർബന്ധമായിട്ടും ചെയ്യണം. ഇതേപോലെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും. പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ മാവ് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടണം എന്നില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇതിലേക്ക് ബട്ടർ ചേർത്തപ്പോൾ തന്നെ ഈ പൊടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മുട്ടയുടെയും ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിലേക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടും. നമ്മളിതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പം വെള്ളം കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്, അതായത് പാൽ കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വേണം നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ മാവ് നമ്മൾ നെയ്വട അല്ലെങ്കിൽ പാൽ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നന്നായിട്ട് കുഴച്ചാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ എന്ന്. അപ്പോൾ അതേപോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നെയ്വടയുടെയും പാൽ കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം വെക്കുമ്പോൾ ഒന്നുകൂടെ സോഫ്റ്റ് ആവും കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് പാൽ ഒഴിച്ച് കൊടുത്തിട്ടില്ല, ഒരു അരക്കപ്പിൽ കുറച്ച് കുറവുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അരക്കപ്പ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ എടുക്കുന്ന പൊടിക്കൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ അത്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. നന്നായിട്ട് അടച്ച് വെക്കണം, അല്ലെങ്കിൽ എയർ കടന്നിട്ട് അത് ഡ്രൈ ആയി പോവും. അപ്പോൾ നമ്മുടെ ഈ മാവ് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമാണ് നമ്മളിത് ബോൾസാക്കി എടുക്കുന്നത്. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ഇനിയുള്ള സ്റ്റെപ്പാണ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റെപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒരു മീഡിയം സൈസ് ബോളാക്കി എടുക്കുക. പിന്നെ അതുപോലെ ഈ മാവ് ഇങ്ങനെ തുറന്ന് വെക്കരുത്, എപ്പോഴും അടച്ച് വെക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ പോവും. അപ്പോൾ ഞാൻ ഒരു ചെറിയ ബോൾ എടുത്തിട്ട് ബാക്കിയുള്ളത് അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പലകയിൽ ഇതുപോലെ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അത് നിർബന്ധമില്ല, തടവി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് നമുക്കത് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു മീഡിയം സൈസ് ബോൾ ഞാൻ 3 ചെറിയ ബോൾസാക്കി എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് അടച്ച് വയ്ക്കുക. ഇനി ഓരോ ബോൾസും എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. 2 കൈയും യൂസ് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും. മൈദപ്പൊടിയും കൂടിയല്ല, അപ്പോൾ അതുകൊണ്ട് നല്ല നീളത്തിൽ തന്നെ കിട്ടും. അപ്പം 3ഉം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ വല്ലാണ്ട് തിന്നാവണ്ട, എന്നാൽ വല്ലാണ്ട് കട്ടിയും ആവണ്ട. കാരണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഫ്രൈ ആക്കുമ്പോൾ ഇതൊന്നുകൂടെ വീർത്ത് വരും. അപ്പോൾ വലിയ സൈസായി പോവും. അപ്പോൾ അതുകൊണ്ട് അധികം തിന്നാവണ്ട, എന്നാൽ ഒരു മീഡിയം സൈസ് ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ നമ്മളുടെ റോൾസ്. അപ്പോൾ ഓരോന്നും നല്ല വലിയ റോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 3ഉം കൂടി ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു അറ്റം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് നിർബന്ധമായിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. എന്നിട്ട് ഇതുപോലെ നമ്മൾ മുടി മുടയല്ലോ, അതേപോലെ ഒന്ന് മുടഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ മുടി മുടയുന്ന പോലെയെന്ന് പറഞ്ഞത് കേട്ടോ. നല്ല സിമ്പിളാണ്, നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണെങ്കിൽ നല്ല ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അറ്റ വരെ മുടഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് അറ്റവും നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. 2 അറ്റവും നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ എല്ലാം വിട്ടു പോവും. അപ്പോൾ അറ്റത്തുനിന്ന് ബാക്കിയുള്ള മാവ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോക്ക് സിസ്റ്റേഴ്സ്. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിൽ കുറച്ച് പൊടി തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാതും മുടഞ്ഞിട്ട് കൊടുക്കുക. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് ഇത് ഉടനെ തന്നെ ഫ്രൈ ആക്കണം. അപ്പോൾ ഇതുപോലെ വലിയൊരു പാൻ എടുക്കുക. അതിൽ അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ചെറിയൊരു പീസ് മാവ് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് പെട്ടെന്ന് പൊങ്ങി വരുന്നില്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറാണ് നമുക്ക് വേണ്ടത്. പെട്ടെന്ന് പൊങ്ങി വരികയാണെങ്കിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ടെമ്പറേച്ചറാണ്. അപ്പം ഈ ഒരു സ്റ്റേജിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ കേട്ടോ. ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കരുത്.
പിന്നെ അതുപോലെ ഒരു 3 എണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വീർത്ത് വരും. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു സൈസ് അല്ല ഉണ്ടാവില്ല, കുറച്ചും കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട്, ഇപ്പോൾ കണ്ടോ കുറച്ചും കൂടെ വീർത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇത് തിരിച്ചും മറിച്ചൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം, എന്നാലേ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഭാഗം തന്നെ ഫ്രൈ ആക്കി എടുക്കാതെ ഇടയ്ക്ക് ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ആദ്യം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ, കാരണം മുകൾ ഭാഗം മാവാണല്ലോ. നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പം അത് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പതുക്കെ വേണം തിരിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. ഇപ്പം നമ്മുടെ ഈ ഒരു സ്വീറ്റ് 2 വശവും നല്ല ഗോൾഡൻ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. നന്നായിട്ട് ഓയിൽ ഡ്രെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്കാക്കി എടുക്കുക, എന്നാലേ അകത്തൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് സിറപ്പിലാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ സിറപ്പ് നല്ല തണുത്ത സിറപ്പാണ്, നമ്മൾ നേരത്തെ തണുപ്പിച്ചെടുത്തല്ലോ ആ സിറപ്പാണ്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് കണ്ടോ ഇതിങ്ങനെ പൊങ്ങിക്കിടക്കും. പിന്നെ ഒരുപാട് നേരം നമ്മൾ സിറപ്പിൽ ഇട്ട് വെക്കുന്നില്ല കേട്ടോ, ഒരു 30 സെക്കൻഡ് മാത്രമേ ഇട്ട് വെക്കുന്നുള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് ഭയങ്കര സോഫ്റ്റായി പോകും. നമുക്ക് ആ ഒരു പരുവത്തിലല്ല ഇത് വേണ്ടത്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പൊങ്ങിക്കിടക്കും, പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് താന്ന് വരും. അപ്പോൾ ഒരു 30 സെക്കൻഡ് കറക്റ്റായിട്ട് തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. പിന്നെ അതുപോലെ ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് സിറപ്പിൽ ഇട്ട് കൊടുക്കും വേണം കേട്ടോ. തണുത്ത സിറപ്പിലേക്ക് ചൂടോട് കൂടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോഴേക്കും നമ്മുടെ അടുത്ത ബാച്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ചൂടോട് കൂടിയിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ആയിട്ട് ചൂടോട് കൂടിയിട്ട് ഈ തണുത്ത സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡിന് ശേഷം എടുത്ത് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഏകദേശം നെയ്വട, പാൽ കേക്ക് അതിൻ്റെയൊക്കെ ടേസ്റ്റാണ്. പക്ഷേ കാണാൻ ഇത് ഭയങ്കരമായിട്ട് സൂപ്പറാട്ടോ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലൊരു അട്രാക്റ്റീവാണിത് കാണാൻ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി, കറാമ്പട്ടൊക്കെ ചേർത്തല്ലോ, അതുകൊണ്ട് തന്നെ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്വീറ്റിന്. അപ്പോൾ അത് വിട്ടു പോകണ്ട ചേർക്കാൻ. അപ്പോൾ ഇതുപോലെ ഇരിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആവും കേട്ടോ. അപ്പം പുറമേ ഇങ്ങനെ ഗ്ലേസിങ് ഒന്നും വരില്ല. ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ലൊരു ലുക്കായിരിക്കും കാണാൻ. വേണമെങ്കിൽ നമുക്കിതൊരു ഫ്രൈ ആക്കിയിട്ടുള്ള സ്വീറ്റ് ബൺ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു ടേസ്റ്റാണ് വന്നത്. അകത്ത് വല്ലാണ്ട് ജ്യൂസി അല്ല, എന്നാൽ നല്ലൊരു സോഫ്റ്റായിട്ട് അധികം മധുരമില്ലാത്ത നല്ലൊരു സ്വീറ്റാണ്. പിന്നെ ഒരുപാട് പേര് ഇന്നും ഹായ് പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല, അടുത്ത വീഡിയോയിൽ എന്തായാലും പറയാം കേട്ടോ. ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഐഷാസ് കിച്ചൻ വ്യൂവേഴ്സിൽ സ്വീറ്റ്സ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. എനിക്ക് ഈ ഒരു റെസിപ്പി കിട്ടിയത് ഫേസ്ബുക്കിലൊരു ഫുഡ് ഗ്രൂപ്പിൽ നിന്നാണ്. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഒരു തവണ ഉണ്ടാക്കിയപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഒന്നും റെസിപ്പിയിൽ ചേഞ്ചസ് വരുത്തിയിട്ടില്ല. അപ്പോൾ ഒത്തിരി പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്